ഞാൻ ചോദിക്കട്ടെ, കോട്ടയത്തെ വികസന പദ്ധതി ഇപ്പോൾ ഒരു 5 ഞാൻ പറയാം. ഇവിടെ നമ്മളുടെ ഇവിടെ ചിങ്ങവനത്ത് 11 ഏക്കർ സ്ഥലം ഈ ഗവൺമെൻറ് കയ്യിലുണ്ട്. എന്താ ചെയ്തത്? എന്തെങ്കിലും ചെയ്തോ? ഇവിടെ ഞങ്ങൾ എത്ര ബഹളം, നിങ്ങളടക്കം നമ്മളെല്ലാവരും എത്ര ബഹളം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഒരു അപ്രോച്ച് റോഡ് ഈ പട്ടണത്തിൻ്റെ ഹൃദയത്തിൽ കെട്ടാൻ ശ്രമിച്ചത്. എന്താ നമ്മളെല്ലാം കണ്ട്, നമ്മളെല്ലാം സാക്ഷികളല്ലേ. ഇവിടെ ഈ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ 108 കോടി രൂപയുടെ പദ്ധതി കൊണ്ടുവന്നു. ചെയ്യില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് MLA ഫണ്ടിൽ നിന്ന് 2 കോടി രൂപയുടെ പദ്ധതി. അതിന് കാരണമുണ്ട്. നിങ്ങൾ അതിനകത്തൊരു നിമിത്തം, നിങ്ങൾ ഡെയിലി ഇവിടെ വന്ന് എന്നോട് ചോദിക്കുന്നുണ്ട് ഇതെന്താ സാറേ നടക്കാത്തത്. ഞാനും വിചാരിച്ചു എന്തൊരു കഷ്ട. അതാണ് പരിമിതമായി കിട്ടുന്ന MLA ഫണ്ട് നമ്മളവിടെ കൊടുത്തതാണ്. ഇവിടെ നമ്മളുടെ സ്കൈ വോക്കിന് വേണ്ടി 8 കൊല്ലമായിട്ട് കാത്തിരിക്കല്ലേ. മാണി സാറല്ലേ അതിൻ്റെ സാങ്ഷൻ കൊടുത്തത്, ഉമ്മൻചാണ്ടിയല്ലേ കല്ലിട്ടത്. ഇവരുടെ 2 പേരോട് ഇവർക്ക് ആദരവാന്നാണ് പറയുന്നത്. പക്ഷെ അവരെടുത്ത തീരുമാനത്തോട് ആദരവില്ലല്ലോ. എന്താ നടത്താത്തെ? അവിടെ 3,20,00,000 രൂപ ഇപ്പോഴും ബാക്കിയിരിപ്പുണ്ട്. ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യത്തുമില്ല. ഇവിടെ തൊട്ടപ്പുറത്ത് സൂര്യകാലടിമനയുടെ അടുത്ത് 12 റെഗുലേറ്റർ കം ബ്രിഡ്ജിന് 12 തൂണുണ്ട്. 6 തൂണ് പഴിഞ്ഞപ്പോൾ സർക്കാർ പോയി, അതോടുകൂടി തൂണും പോയി. ബാക്കിയുള്ള കൊണ്ട് അവർ സ്ഥലം വിട്ടു. ഈ കേക്കോ, നിങ്ങൾ പോയി പരിശോധിക്കണം. നിങ്ങളൊരു ടീം, ഞാൻ നിങ്ങളോട് പരസ്യമായി പറയുന്നു, നിങ്ങളൊരു ടീം ഈ സ്ഥലത്തൊക്കെ ഒന്ന് നോക്കണം. ഈ കാണിക്കുന്നതൊക്കെ ശരിയാണോ എന്ന് ഇത് നമ്മുടെ സ്വന്തം നാടിൻ്റെ കാര്യമല്ലേ, ഇതെല്ലാം ശരിയാണോ എന്ന് നിങ്ങളൊന്ന് നോക്കണം. അവിടെ നോക്കി ശരിയല്ലെങ്കിൽ ശരിയല്ലെന്ന് പറഞ്ഞാൽ മതി. ശരിയാണെങ്കിൽ ശരിയെന്ന് തന്നെ പറഞ്ഞു. അവിടെ 6 തൂണും പണിതിട്ട് കാത്തിരിക്കുക 7-8 കൊല്ലമായിട്ട്. എന്താ ചെയ്യുന്നത്? ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഈ സ്കൈ വോക്ക് വരണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമല്ലേ ഉള്ളൂ, ഈ ഗവൺമെൻറ് മാറണേ എന്ന് പ്രാർത്ഥിക്കുക. അതല്ലാതെ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ? ചെയ്യില്ല എന്നുള്ള നിലപാടെടുത്തിരിക്കുകയാണ്. ഇതേ രൂപത്തിൽ വേറെ 2 സ്ഥലത്ത് പണിത് കഴിഞ്ഞു. അത് വമ്പിച്ച നേട്ടമാണെന്ന് പറഞ്ഞ് ഒരു ഫോട്ടോയും കണ്ടു. ഞാൻ ചോദിക്കുക, അവർക്കൊക്കെ ഇതൊക്കെ കാണണ്ടേ? നമ്മളുടെ ഈ നാട്ടിലും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് അവർക്ക് തോന്നണ്ടേ? പത്രങ്ങളൊക്കെ ഇവിടെ എഡിറ്റോറിയൽ എഴുതിയില്ലേ, ഇത് ശരിയല്ല എന്ന് പറഞ്ഞില്ലേ? കോട്ടയം പത്രത്തിൻ്റെ ഒരു തറവാടല്ലേ. ഇതിനെ എതിർക്കാത്ത ഏതെങ്കിലും ഒരു സ്ഥലം കോട്ടയത്തെ ഏതെങ്കിലും മാധ്യമമുണ്ടോ? നിങ്ങളടക്കം എല്ലാവരും എതിർത്തില്ലേ? ഞാൻ ചോദിക്കുക, നീതിയാണോ? അന്യായമല്ലേ? ഇതെങ്ങനെ വന്നതാണ്? ഒരാളുടെ സ്വപ്നത്തിൽ വന്നതല്ല. നാറ്റ്പാക്കിൻ്റെ സ്റ്റഡി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ കാലത്ത് 1,20,000 വണ്ടി കടന്നു പോകുന്ന സ്ഥലത്ത് നടപ്പാക്കുന്നതിന് വേണ്ടി എടുത്ത നടപടിയാണ് അന്നത്തെ കാലത്ത്. ഇന്നിപ്പോൾ അതിനുശേഷം എത്ര വർഷം കഴിഞ്ഞു? 1 വർഷം 1 ലക്ഷം വണ്ടി വെച്ച് കേരളത്തിൽ കൂടുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഭാഗം നമ്മുടെ ഇവിടെ കൂടിയിട്ടില്ലേ? അതിനെന്തെങ്കിലും ഒരു നടപടി എടുക്കണ്ടേ? ഞാൻ ചോദിക്കും, വാദിക്കും പ്രതിക്കും വേണ്ടി വക്കാലത്തിടരുത്. ഒന്നുകിൽ വാദിക്ക് വേണ്ടി നിൽക്കുക, അല്ല പ്രതിക്ക് വേണ്ടി നിൽക്കുക. ഒന്നുകിൽ നാടിന് വേണ്ടി നിൽക്കുക, അല്ല നാടിൻ്റെ ശത്രുവിൻ്റെ കൂടെ പോകും. ഈ ഏതെങ്കിലും ഒരു ഭാഗമല്ലേ ചേരാൻ പറ്റൂ. ഞാൻ വരുന്നവിടെ നാടിൻ്റെ കൂടെ നിൽക്കണമെന്ന് അഭിപ്രായക്കാരാണ്. പക്ഷെ അവരൊന്നും ചെയ്യല. ഒരു നയാ പൈസ ഈ മീനച്ചിലാറിൻ്റെ തൊട്ടിപ്പുറത്ത് നടപ്പാക്കാൻ ഇതിൽ പലരും തയ്യാറില്ല. എനിക്കറിയാം, പലരും തയ്യാറില്ല. ഞാൻ പിന്നെ പേരും നാൾ വഴിയും അവരുടെ ജാതകവും അവരുടെ നാളും ഒന്നും ഞാൻ പറയുന്നതേ ഇല്ല. അതൊന്നും നടക്കുന്നില്ലല്ലോ ഇവിടെ. ഈ പട്ടണത്തിലല്ലേ നമ്മൾ നെഞ്ചു വിരിച്ച് നടക്കേണ്ടത്. അത് ചെയ്യണമെന്നല്ലേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഞങ്ങൾ അതിനേക്കാൾ അപ്പുറത്തൊന്നും പറയുന്നില്ലല്ലോ. ഈ KK റോഡിലെയോ ഇപ്പോൾ പ്രധാനപ്പെട്ട നഗരം മണർകാട്, മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം കഞ്ഞിക്കുഴി, ഈ സ്ഥലങ്ങളിലേക്ക് ഒരു മേൽപ്പാലം പണിയാൻ കാലാകാലങ്ങളിൽ അധികാരത്തിലുള്ള സാർ ഉൾപ്പെടെയുള്ള മന്ത്രിമാരായിട്ടുള്ള MLA എന്താണ് ചെയ്തത്? വാദഗതി സംബന്ധിച്ചല്ലോ. 8 കൊല്ലം മുമ്പുള്ള കോട്ടയാണ് ഇന്നത്തെ കോട്ടയം. ചോദ്യം മുഴുവൻ ഞാൻ ശാന്തമായി കേൾക്കും. ഇനിയും ചോദിച്ചു. പക്ഷെ ഞാൻ ചോദിക്കുമ്പോൾ ഇന്റർഫിയർ ചെയ്യരുത്. 8 കൊല്ലം മുമ്പുള്ള കോട്ടയാണ് ഇന്നത്തെ കോട്ടയം. 2011 അന്ന് കോട്ടയത്ത് വരാത്തതുകൊണ്ടാണ്. 2011 ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം 18 പാലമാണ് ഇവിടെ ഉണ്ടായത്. കണ്ടിട്ടുണ്ടാവില്ല, അവിടെ ഒന്നും പോയിട്ടും ഉണ്ടാവും. എനിക്ക് വെറുതെ വഴക്കുണ്ടാക്കാൻ വേണ്ടി വർത്തമാനം പറയാം. ഉദ്ദേശം എനിക്കറിയാം. വഴക്കുണ്ടാക്കാൻ വേണ്ടി വർത്തമാനം പറയരുത്, ശാന്തമായിട്ട്. അതുകൊണ്ട് ഉദ്ദേശം എനിക്കറിയാവുന്നതുകൊണ്ടാണ് ചോദിച്ചപ്പോൾ ഞാൻ സൈലൻ്റ് ആയിട്ടിരുന്നത്. ഇനി ചോദ്യം ഇല്ല എന്ന് കരുതിയാണ് ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കുന്നത്. പഴയ കോട്ടയാണ് ഇവിടെ. മനസാക്ഷിയുള്ള ആളുകൾ, ഈ പത്രപ്രവർത്തകരുണ്ടല്ലോ,
അവരൊന്ന് പറയട്ടെ. ഈ കെട്ടിടം അടക്കം ഏത് ഗവൺമെൻറ് വന്നപ്പോഴാണ് ഈ നമ്മൾ ഇരിക്കുന്ന കസേര അടക്കം നിൽക്കേ എന്നാ ഞാൻ മിണ്ടാതിരുന്നല്ലോ. അതുകൊണ്ട് ദയവായിട്ട് ആ കാര്യത്തിൽ ഞങ്ങളോട് വാത് വെക്കരുത്, അതിനോട് വാത് വെക്കരുത്. ഇവിടെ നടന്നിട്ടുള്ള 18 പാലം ഞാൻ ഉണ്ടേ പറയാം. നിങ്ങൾക്ക് എണ്ണാൻ പറ്റില്ല, കാരണം അറിയില്ലാത്തതുകൊണ്ട്. എനിക്ക് കൃത്യം അറിയാം. ഞങ്ങൾക്കിതൊന്നും വാശി വൈരാഗ്യവും ഇല്ല. ഞങ്ങൾ ആരോട് പ്രതികാരം ചെയ്യാനുമല്ല. ഞങ്ങൾ പറയുന്ന നാട്ടിലെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള കാര്യം. ആ കാര്യത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കണം. അതിന് മുന്നോട്ട് പോകുന്നതിന് എന്താ തടസ്സം? ഈ പറഞ്ഞ ഞാൻ ചോദിക്കട്ടെ, 2 മേൽപ്പാലത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. കഞ്ഞിക്കുഴി മേൽപ്പാലം അറിയുമോ? 38.5 കോടി രൂപയ്ക്ക് ടെൻഡർ വിളിച്ചതാണെന്ന് അറിയാമോ? ആ ടെൻഡർ വിളിച്ചത് വർക്ക് ഓർഡർ കൊടുത്തതാണെന്ന് അറിയാമോ? അവർ വർക്ക് ചെയ്യാൻ എത്തിയതാണ് എന്നുള്ളത് അറിയാമോ? എന്നിട്ട് 1.5 സെൻറ്റ് സ്ഥലം എടുത്തു കൊടുക്കാൻ ഗവൺമെൻറ് മാറിയപ്പോൾ ഇവരുടെ പെന്ന് താഴെയിട്ടു, പെൻ ഡൗൺ ആയിരുന്നു. പിന്നെ ഒന്നും ചെയ്തില്ല, അവിടെ കടന്നുപോയി. ഇപ്പം എന്നോട് ചോദ്യം ചോദിക്കുക എന്തുകൊണ്ടുണ്ടായില്ലെന്ന്. അമ്മയെ കൊന്നിട്ട് ഒരു അവസാനം ഈ കൊലപാതകിക്ക് പാവാണ്, വെറുതെ വിടണമെന്ന് പറയുന്ന പോലെയല്ലേ. ഞാൻ പറയുന്നത് അതൊക്കെ പഴയൊരു ചരിത്രമുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പ്രബലന്മാർ ആരാ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? എനിക്ക് പൂർവ്വകാലത്തുള്ള ആളുകളെക്കുറിച്ച് ബഹുമാനമാണ്. എൻ്റെ ബഹുമാനം കുറയ്ക്കരുത്. എനിക്കവരെക്കുറിച്ച് വലിയ ബഹുമാനമാണ്. അതിൽ അന്തരിച്ചവരുണ്ട്, അന്തരിക്കാനിരിക്കുന്നവരുമുണ്ട്. എനിക്കവരെക്കുറിച്ചെല്ലാം നല്ല ബഹുമാനമാണ്. മനസ്സിലായില്ലേ? എന്താ ചെയ്തതെന്ന് പ്രത്യേകം ഇങ്ങോട്ടൊരു കടലാസിൽ എഴുതി തന്നാൽ ഞാൻ മറുപടി പറയാം. വേണ്ട മോനെ, ഏതോ ആ MC റോഡിന് വീതി കൂടിയ കാലം കേക്കോ ആ MC റോഡിന് വീതി കൂടിയ ഏത് കാലത്താ? ഫയലെടുത്ത് തരാം. KSTP റോഡ് സ്കീം എന്ന് കേട്ടിട്ടുണ്ടോ? മെയിൻ സെൻട്രൽ റോഡിന് വേണ്ടി ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് KSTP റോഡ്. ആ KSTP റോഡാണ് ഈ MC റോഡ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇവർ നാഷണൽ ഹൈവേ ആയിട്ട് പ്രഖ്യാപിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. 4 കല്ല് പോലും മാറ്റാനായിട്ട് പറ്റിയിട്ടില്ല. അതുപോട്ടെ, എനിക്ക് തർക്കമൊന്നുമില്ല. ഞാനിത് നന്മയ്ക്ക് വേണ്ടി എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള നന്മയ്ക്കാൻ വേണ്ടി ബാധിക്കുന്നത്. ഞാനല്ലാതെ ഇത് വ്യക്തിഗതമായി എനിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല, ഇവിടെ ഇരിക്കുന്ന UDFൻ്റെ നേതാക്കന്മാർക്ക് വേണ്ടിയല്ല. ഞാൻ എല്ലാവർക്കും വേണ്ടി ബാധിക്കുക. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ നഗരത്തിൽ ജനിച്ചതല്ലേ, നമ്മൾ ഈ നഗരത്തിൽ നടന്നതല്ലേ. എത്രയോ വർഷങ്ങൾ, പതിറ്റാണ്ടുകളായിട്ട് ഈ പട്ടണത്തിൻ്റെ ഹൃദയത്തിലൂടെയല്ലേ നമ്മൾ നടന്നിട്ടുള്ളത്. ആ പട്ടണം നന്നാകണം എന്നുള്ളത് നമ്മുടെ ഒരു മോഹമല്ലേ. എന്നിട്ട് എന്തേ ഇവരൊന്നും ചെയ്യാതിരുന്നു? എനിക്ക് തർക്കമൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, CMS കോളേജിൽ ഇങ്ങോട്ടുള്ള റോഡ് കോട്ടയത്ത് മാറിയിട്ടുണ്ട്. CMS പഠിച്ചല്ലേ? റോഡ് മാറിയോ? ഞാൻ ഓരോന്ന് ചോദിക്കാം. റോഡ് മാറിയോ? ഞാൻ CMS പറയുമ്പോഴേക്കും അവിടെ നാഗമ്പടം പറയുക. അത് വരട്ടെ. ഇവിടെ ഈ ചന്തക്കവല, ആ ബസന്ത് ഹോട്ടലൊക്കെ ഇവിടെ ഇരിക്കുന്ന സ്ഥലം 10-15-20 കൊല്ലം മുമ്പ് അതിലെ വന്നതല്ലേ, നടന്നിട്ടില്ലേ? എങ്ങനെയാണ് നടന്നത്? ഓരോ സ്ഥലത്ത് ഈരക്കടവിൽ ഒരു ബൈപ്പാസ് എന്ന് നടന്നതാ, അറിയാമല്ലോ. അവിടെ പടിഞ്ഞാറൻ ബൈപ്പാസ് എന്നുണ്ടായതാ. ഇവിടുന്ന് വട്ടംമൂട് പാലം എന്നുണ്ടായതാ. അതിൻ്റെ തൊട്ടപ്പുറത്ത് ബണ്ട് റോഡ്, അവിടെ നിന്ന് പോയ വടവാതൂരിൽ നിന്ന് നമ്മൾക്ക് ഇവിടെ മെഡിക്കൽ കോളേജിൽ പോകാനുള്ള ഷോർട്ടസ്റ്റ് റൂട്ടാണ് എന്നുണ്ടായതാ. തിരുവഞ്ചൂർ വഴിയുള്ള റോഡ്, അത് അറിയാമോ? അത് ഇവിടെ മണർകാട് വരുത്തിയതാ, അറിയാമോ എന്നുണ്ടായതാ. അതുകൊണ്ട് പോട്ടെ, ദയവായിട്ട് കേൾക്കൂ. എനിക്ക് ഞങ്ങൾക്കിതിനെക്കുറിച്ച് ആക്ഷേപമില്ല, ഞങ്ങൾക്ക് തർക്കമില്ല. നമുക്ക് മുന്നോട്ട് പോകണം. അല്ല, ആ ചോദ്യം കറക്റ്റാണ്. ഞാൻ ആ ചോദ്യത്തോട് യോജിക്കുക. കാരണം സ്കൈ വാക്ക് എന്ന് പറഞ്ഞ് അവിടെ തൃശ്ശൂർ പോയി നാട മുറിച്ചവരുണ്ട്, ചിലർ നിലവിളക്ക് കൊളുത്തി. തിരുവനന്തപുരത്ത് പോയി നാട മുറിച്ചവരുണ്ട്, ചിലർ ആ മേളിൽ കൂടെ നടക്കുകയും ചെയ്തു. ഇവിടെ എന്താ ഞങ്ങളുടെ 2ാം കെട്ടിലെ പിള്ളേരാണോ? അല്ല, എന്താ നമുക്കുള്ള പ്രശ്നം എന്താ? അപ്പം നമ്മളുടെ അവഗണനയാണ്. ആ അവഗണന വരുമ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് എനി സെക്ഷൻ നമുക്ക് ഒരുമിച്ച് നിൽക്കണം. അവിടെ ഇതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ഞാൻ പറയുന്നത്, നമ്മൾ ഒരു മാധ്യമങ്ങളുടെ ഹെഡ്ലൈനേക്കാൾ കൂടുതൽ നാട്ടിൻ്റെ ഹൃദയരേഖയാണ് നമുക്ക് പ്രധാനപ്പെട്ടത്.
അല്ലേ? അത് നമുക്ക് ഒരുമിച്ച് വയ്ക്കാം. ഈ നഗരസഭയുടെ ഫണ്ട് ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാർ പറഞ്ഞു എല്ലാ നഗരസഭകളുടെയും കണക്കെടുക്കുക. ഈ കണക്കെടുക്കുമ്പോൾ ഒന്നാം സ്ഥാനത്തുള്ള കൂത്തുപറമ്പ് നഗരസഭ ഇപ്പൊ ക്യാപ്സ്യൂള് വന്നതാ. മൊബൈലിൽ ഞാൻ കണ്ടതാ, വായിക്കുന്നുണ്ട്. പബ്ലിക് ഡൊമൈനാണ് ഇത്. വായിക്കുന്നത് കണ്ടതാ. 80ാം സ്ഥാനത്തുള്ള നഗരസഭ കഴിഞ്ഞ പ്രാവശ്യം ചെലവഴിച്ച 56%. ഒന്നാം സ്ഥാനത്തുള്ള കൂത്തുപറമ്പ് 105% ചെലവഴിച്ചു. ഞാൻ സമ്മതിച്ചു, ഞാൻ തർക്കിക്കുന്നില്ല. ഈ തുക ചെലവഴിക്കണമെങ്കിൽ അവർക്ക് തുക അനുവദിക്കണ്ടേ? എല്ലാവർക്കും അനുവദിച്ച എങ്ങനെ അനുവദിച്ചു? ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് മാധ്യമ പ്രവർത്തകർ 3 പേരെ നിങ്ങൾ ചുമതലപ്പെടുത്തും. 3 പേരെ ചുമതലപ്പെടുത്തിയിട്ട് കഴിഞ്ഞ 5 കൊല്ലക്കാലത്തിനുള്ളിൽ എത്ര പ്രാവശ്യം പ്ലാൻ ഫണ്ട് കട്ട് ചെയ്തു എന്ന് ചോദിക്കാം. ഞാൻ നിങ്ങളുടെ ഒരു കമ്മിറ്റി പോകാനെന്നാണ് പറഞ്ഞത്. നിങ്ങളിൽ 3 പേരുകൾ അതിനകത്ത് ഒരു പൊളിറ്റിക്സ് പ്രശ്നമല്ല, സത്യസന്ധത മാത്രം പ്രശ്നമാണ്. കൃത്യമായിട്ട് നിങ്ങൾ തിരക്കിയിട്ട് ഇപ്പോ DCC പ്രസിഡന്റ് പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. ഒത്തിരി ചോദ്യം വന്നുകൊണ്ട് ഞാൻ ഓർക്കാതെ പോലെ ഈ പ്രോജക്റ്റ് നടപ്പാക്കുന്നതിനെ കുറിച്ച് ഇടതുമുന്നണി പരാതി കൊടുത്തത് നിർത്തിവെപ്പിച്ചതില്ല. ഇടതുമുന്നണിയുടെ കൗൺസിലർ അല്ലേ? ഇടതുമുന്നണിയുടെ കൗൺസിലർ. എന്നിട്ട് അവിടെ മുദ്രാവാക്യം നിർത്തണമെന്ന്, ഇവിടെ മുദ്രാവാക്യം തുടങ്ങണമെന്ന്. നിർത്തിവെച്ചില്ലേ? ഞാൻ നിർത്തിവെച്ചില്ലേ? കോട്ടയത്ത് മാത്രം, കോട്ടയത്തുള്ള ഒരു കൗൺസിലറായി ഇത് ചെയ്തത്. അതെങ്കിലും തെറ്റാതെ പറയാം. രണ്ടാമത്തെ കാര്യം, ഞങ്ങള് ഇവിടെ മുനിസിപ്പാലിറ്റി ജില്ലാ പഞ്ചായത്തിലോ ജില്ലാ പഞ്ചായത്ത് എന്ത് പറ്റി ഇപ്രാവശ്യം കുറഞ്ഞത്? ഞാൻ കിടക്കും ലോക്കൽ ഫണ്ട് ഓഡിറ്റിന്റെ ഇത് ഞാൻ കണ്ടു അതിനകത്ത് ജില്ലാ പഞ്ചായത്തിന്റെ കുറവാണ്. അതെന്താ കാര്യം? 14ാമത്തെ ഇല്ലേ? 14 പറയുന്നത് 14 ജില്ലയേ ഉള്ളൂ. അതുകൊണ്ടാണ് 15 BJPയുടെ ജില്ലാ കമ്മിറ്റി പോലെ 30 ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ 30ാമതാകുമായിരുന്നു. ഇപ്പൊ 14 ഉള്ളൂ ജില്ല, അവിടെ 14ആയി. പോട്ടെ, ഈ കേസ് വാദിച്ച് മിടുക്കരായ ഒരാള് അങ്ങനെ ചെയ്യരുത്. വലിയ വർത്തമാനം പറഞ്ഞല്ലോ. 2,40,00,000 രൂപ സ്വന്തം അമ്മയുടെ പേര് വരെ എഴുതി മാറ്റിയ ഉദ്യോഗസ്ഥൻ CPM-ന്റെ യൂണിയനിൽപ്പെട്ട നേതാവാണ്. CPM നേതാവാണ്, യൂണിയൻ CPM നേതാവ്. പിന്നെ അല്ല, അവനെ സംരക്ഷിച്ചിരിക്കുന്ന വാസവന് CPM നേതാവ്. ഞാൻ ചോദിക്കാം, ആ എടുത്ത കാശേലും കൊടുക്കാൻ പറ. പാർട്ടി പ്രമേയം പാസാക്കി അയാളുടെ കയ്യിൽ കൊടുക്കുക. എന്നിട്ട് പറയാം, നീ ആ കാശെങ്കിലും കൊടുക്കാൻ പറ. അത് ചെയ്യണ്ട. നമ്മുടെ കൺമുമ്പിൽ പോലീസ് ആരെ കണ്ടാലും പറയാം അവൻ ഒളിവിലാണെന്ന് പറയാം. അത് തൊടാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു വേലയൊക്കെ ഉണ്ട്, നമുക്കറിയാം. അല്ലെ, സമരം ചെയ്ത നിങ്ങൾ എന്നെ തല്ലാത്തത് എന്താ, എങ്കിലേ ഞാൻ നന്നാകൂ എന്നൊരാൾ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? സമരം ചെയ്യാത്തത് കൊണ്ടാണ് നന്നാകാത്തതെന്ന്. അപ്പൊ പിന്നെ എന്താ പണി? 2 പെരുക്കിയ നന്നാവൂ? അല്ലല്ലോ. അതൊന്നും ജനാധിപത്യത്തെ പറ്റുന്ന പദപ്രയോഗയല്ല. ശക്തമായ ആരോപണമാണ്. ആ പ്രതിയെ മോനെ, ബി കേസ് വാദിക്കണ്ട, അത് പോട്ടെ, അത് വിട്ടുകളാം. വേറെ എന്തെങ്കിലും പറ. കേസ് വളരെ മോശമാണ്, വളരെ വീക്ക് കേസാണ്, അത് വിട്ടുകളാം. വേറെ ഏതെങ്കിലും ഉണ്ടോ? എന്തോ? വട്ടമൂട് പാലം എന്ന് പറയാൻ മംഗളത്തിന്റെ നേരെ ഓപ്പോസിറ്റാ. കല്ല് മാത്രമല്ല, അതിന്റെ മേളിലൊരു കല്ല് വന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടോ? എനിക്കൊരു ഗുണമുണ്ട്. ആ ഇൻഡോർ സ്റ്റേഡിയം 22 കൊല്ലം കിടന്നു പോയതാണ്. 6 കല്ലിട്ടതാ, 6 കല്ലിട്ട്. പിന്നെ 6ാമത്തെ കല്ല് ഞങ്ങൾ അടിക്കലാക്കി മാറ്റി. അതിൻ്റെ പേരിൽ വേറെ ഉണ്ടോ? ഞാൻ ചോദിച്ചു, അങ്ങനെയൊക്കെ ചെയ്യാവോ? അങ്ങനെയൊക്കെ ഇൻഡോർ സ്റ്റേഡിയം, എല്ലാ പരിപാടിയും ഇപ്പോൾ ഇൻഡോർ സ്റ്റേഡിയത്തിലല്ലേ? ആണല്ലോ. അതിന് നേരെ ഓപ്പോസിറ്റുള്ള ഇവിടെ പാർക്ക് പഴയ പാർക്കാണോ? ആണോ? അതുകൊണ്ട് തർക്കിക്കരുത്. ഒന്ന് പറഞ്ഞു കൊടുത്താൽ, ഞാൻ എന്നോട് ചോദിച്ചോ, പക്ഷെ പുള്ളിയോടൊന്ന് പറഞ്ഞു കൊടുക്കണം. ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി, പറഞ്ഞു കൊടുക്കണം. വേറെ ഒന്നുമില്ലല്ലോ. സന്തോഷപൂർവ്വം നമുക്ക് പിരിയാം. നമുക്ക് മലയോര പ്രദേശത്തെ ജനങ്ങളെ രക്ഷിക്കാൻ ഇറങ്ങിച്ചു നീക്കാം.